ഹലോ. അതെ അതെ അതെ, കാർത്തികേയ മുതലാളിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഇല്ല, അച്ഛൻ എത്ര പ്രാവശ്യം വന്നുപോയെന്ന് ചോദിച്ചിട്ട് ഹോസ്പിറ്റലിലാണ്. ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ. എന്തേ? ഞാനൊരു ഓൺലൈൻ ചാലിന്ന കാർത്തികേയ മുതലാളി വരാൻ പറഞ്ഞിരുന്നു. കാർത്തിക മുതലാളി ഇവിടെ ഇല്ല. ഒരു സ്പോൺസർഷിപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ്, അത് നടക്കൊന്നുമില്ല. വെറുതെ എന്തിനാ കാര്യം പറഞ്ഞത്? അല്ല, അത് മാത്രല്ല, ഒരു ഇന്റർവ്യൂ തരാൻ പറഞ്ഞു. നടക്കൂല മോനെ, അതൊന്നും നടക്കൂലെന്ന്. ഹലോ, ഒരു മിനിറ്റ്. ഹലോ എടാ, നീ അത് സെറ്റിൽ ചെയ്യത് പൈസ കൂടുതലാണെങ്കിൽ സെറ്റിൽ ചെയ്യാനോ? സെറ്റിൽ ചെയ്തിട്ട് വിളിക്ക്. അത് എത്ര രൂപയാണ് സെറ്റിൽ ചെയ്യും? അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു? കാർത്തിക മുതലാളി ഹോസ്പിറ്റൽ കേസായിട്ട് അടക്കിയല്ലേ? മുതലാളി ഹോസ്പിറ്റലില? പിന്നല്ലാതെ അപ്പൻ മാറ്റിലൊഴിച്ച് കരിക്കുടിച്ചെന്ന് പറഞ്ഞ് മകൻ എന്ത് ചെയ്ത് വോട്ട്കയിൽ കരിക്കുഴിച്ചടിച്ച് വയറിളക്കം വന്നുപോയില്ലേ? ഹോസ്പിറ്റലിലായിരുന്നു. വയറിളക്ക് ആകെ ലംബായില്ലേ? പ്രൈവറ്റ് ഹോസ്പിറ്റല് പിഴിഞ്ഞെടുത്ത് നല്ല എമൗണ്ടായി. എന്തു പറയാനാണ്? പോരാത്തതിന് മറ്റേ ജാനകിയുടെ ഹോസ്പിറ്റലിൽ പോയി തല്ലി തകർത്ത്. ഞാനാ വീഡിയോ എടുത്ത് വൈറലാക്കിയത്. ന്യൂസ് അടിച്ചത് നീയാണ്. അപ്പൊ വീഡിയോ എടുത്ത് 1 മില്യൺ. അതെ, എന്റെ പൊന്നു മോനെ, നീയൊക്കെ കാരണമുണ്ടല്ല ഹോസ്പിറ്റൽ അസോസിയേഷൻകാര് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേക്ക്. അതിന്റെ കേസ് വേറെ. ആകെ മൊത്തം പ്രശ്നമാണ്. പക്ഷെ എന്റെ പൊന്നു, അപ്പൊ കാർത്തിക മുതലാളി ഇപ്പൊ ഹോസ്പിറ്റലിലാണോ? ഹോസ്പിറ്റലല്ല, പോലീസ് സ്റ്റേഷനില്. പോലീസ് സ്റ്റേഷനിലാ? എന്തിന്? നല്ല ചോദ്യം. എടാ, ഈ ജാനകിയുടെ ഹോസ്പിറ്റലിൽ തല്ലി തകർത്താ. അപ്പൊ അതിനു വേണ്ടി ഡെയിലി ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടണം. ജില്ല വിട്ട് പോകാൻ പാടില്ലെന്ന ഉത്തരവ്. അപ്പൊ അതിന് വേണ്ടിട്ട് പാലക്കാട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് വക്കീലിനെ കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടിരിക്കുക. എന്താ പരിപാടി എന്നൊരു ഐഡിയ ഇല്ല.